ഓരോ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പിന് പോകുമ്പോഴും എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര വേഴ്സറ്റൈലാണ്. ഇപ്രാവശ്യം ലണ്ടൻ തന്നെയാണ് പോകുന്നത്. ചിനിക്കുട്ടൻ കൂടെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ലണ്ടനിൽ ചാമ്പ്യൻഷിപ്പിന് പോവാണ്. ഞാൻ ഇവിടെ ഇതിന് മുന്നേയും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് ഇനിയും പോകുന്നത് കൊണ്ട് എനിക്ക് സ്ഥലം അറിയാം എന്നുള്ള കോൺഫിഡൻസിലാണ് പോണതെങ്കിലും ഒരു പോയിന്റ് വെച്ച് സ്ഥലം മാറി ഇറങ്ങി പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി എന്തായാലും ചെന്നത് ഓൺ ടൈമിൽ ദൈവഭാഗ്യം കൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വർഷമായിട്ട് കോമ്പറ്റീഷന് പോകുന്നുണ്ടെങ്കിലും ചിനിക്കുട്ടൻ അങ്ങനെ ആക്റ്റീവായിട്ട് എൻ്റെ കൂടെ അങ്ങ് വരാറില്ല. പക്ഷേ ഈ വർഷം ഇതിപ്പോൾ രണ്ടാമത്തെ കോമ്പറ്റീഷൻ ആയപ്പോഴേക്കും 2 കോമ്പറ്റീഷനും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നതും വരുന്നതും. എല്ലാ കോമ്പറ്റീഷനും കഴിയുമ്പോഴും ഞങ്ങൾ തമ്മിൽ ഇതിനെപ്പറ്റി ഒരു കാഷ്വൽ ടോക്ക് വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ടോക്ക് കുറച്ചുകൂടെ ടെക്നിക്കൽ ബേസ്ഡ് ആയിരുന്നു. കാരണം ഇവിടെ ഉള്ളവർ ഉപയോഗിക്കുന്ന ടെക്നിക്സ് നമ്മുടെ നാട്ടിൽ ആ ടെക്നിക്ക് ഇവിടെ കണ്ടില്ല എന്നൊക്കെ ചിനിക്കുട്ടൻ അത് അത്രയും ഒബ്സർവ് ചെയ്ത് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രൗഡാണ് തോന്നിയത്. കാരണം ഇഷ്ടമുള്ളൊരു കരിയർ നഷ്ടപ്പെടുത്തിയിട്ടാണ് ചിനിക്കുട്ടൻ UK വന്നത്. പക്ഷേ അവനിപ്പോഴും ആ കോമ്പറ്റീഷൻ കണ്ട് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോഴും ഓരോ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുന്നത് കാണുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യും. ഇതിനകത്ത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കളി അവൻ കണ്ടിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്ക് പറഞ്ഞ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ വോയിസ് ഓവർ ഞാൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉള്ള ഓഡിയോ എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ആ സമയത്ത് കേട്ടതാണ് ഇതിൻ്റെ ഈ കിക്സ് ഇങ്ങനെയാണ്, ഇതാണ് സ്കോറിങ് എന്നൊക്കെ പറഞ്ഞ് ഓരോ കമൻസ് പറയുമ്പോഴൊക്കെ അവന് മിസ് ചെയ്ത ഓപ്പർച്യൂണിറ്റി എത്ര വലുതാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് ഇവിടെ വരുമ്പോഴും ആ ഒരു മിസ്സിങ് ഭയങ്കര കഷ്ടം തോന്നും ചില സമയത്തൊക്കെ. കാരണം അത്രത്തോളം എൻജോയ് ചെയ്തൊരു ജോലിയായിരുന്നു അവിടെ. അവിടുന്ന് നേരെ ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോഴും ആ ടെക്നിക്സൊക്കെ ലൈക്ക് മെമ്മറൈസ് ചെയ്യുന്ന ആ മൊമെൻറ്റ്സ് ഒക്കെ മെമ്മറൈസ് ചെയ്യുമ്പോഴും എൻ്റെ പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടെക്നിക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യില്ല, ഞാൻ ഈ ഒരു കോമ്പിനേഷൻ അവിടെ കണ്ടില്ല എന്നൊക്കെ പറയുമ്പം അവൻ എന്തോരം ട്രൂ ഹാർട്ടായിട്ട് അതിനെ എൻജോയ് ചെയ്തിരുന്നു എന്നുള്ള ആ പ്രൊഫഷൻ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പ്രൊഫഷൻ എത്രത്തോളം മിസ് ചെയ്യുന്നറിയാൻ പറ്റും.